നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി അനാമിക മണി. അനാമിക മണിയുടെ വയസ്സ് 27. അടുത്ത മാസം 28 ആകും. അനീഴമാണ് നക്ഷത്രം. 160 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയിറ്റ്. പൂനെയിൽ ഒരു പ്രശസ്തമായ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ, ബ്രാൻഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. എക്കണോമിക്സിൽ ഗ്രാജുവേഷൻ, ഫെർഗൂസൺ കോളേജ് പൂനെ. മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്ന, മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് UK നിന്നാണ്. പിന്നെ PG സർട്ടിഫിക്കേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ MIC അഹമ്മദാബാദിൽ നിന്ന് പാസ്സായിരിക്കുന്നു. അച്ഛൻ മണി KC, അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള പൂന ബേസ്ഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അമ്മ സീമ, ഹൗസ് വൈഫ്. വർഷങ്ങളായിട്ട് ഇവർ പൂനെ തന്നെ സെറ്റിൽഡ് ആണ്. അമ്മയൊക്കെ പഠിച്ചു വളർന്നതൊക്കെ നാഗ്പൂരും പൂനെയിലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അവർ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അച്ഛൻ കണ്ണൂരാണ് നാട്, തലശ്ശേരി. ഈ കുട്ടി സെക്കൻഡ് മാരേജ് ആണ്. സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് 20 ദിവസത്തെ വിവാഹബന്ധമാണ് ആദ്യ മാരേജിൽ ഉണ്ടായിരിക്കുന്നത്. 21ാമത്തെ ദിവസം പൂനെക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. വെറും ഒരു താലിബന്ധൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. സെക്കൻഡ് മാരേജ് ആണ്. ഒരിക്കൽ കൂടെ അനാമിക മണി, അവരെക്കുറിച്ച് ഞാൻ പറയാം. 27 വയസ്സ്, അടുത്ത മാസം 28 ആകും. അനീഴമാണ് നക്ഷത്രം. 160 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയിറ്റ്. അസിസ്റ്റന്റ് മാനേജറായിട്ട് ഒരു പ്രശസ്തമായ പൂന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ ബ്രാൻഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എക്കണോമിക്സിൽ ഗ്രാജുവേഷൻ, ഫെർഗൂസൺ കോളേജ് പൂനെ. മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് UK നിന്നാണ്. മാനേജ്മെന്റിലാണ് മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. പിന്നെ PG സർട്ടിഫിക്കേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ, അത് MIC അഹമ്മദാബാദിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അച്ഛൻ മണി KC, അദ്ദേഹം പൂന ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു കമ്പനിയുടെ, റെപ്യൂട്ടഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ സീമ ഹൗസ് വൈഫാണ്. ഒരു സാധാരണ പ്രൊഫൈല് പറയുന്ന പോലെ ഉള്ള ഒരു ബന്ധമല്ല എനിക്ക് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട്. ഞാൻ വളരെ നീണ്ട ഒരു സൗഹൃദ ബന്ധം എനിക്കുണ്ട് ഇവരായിട്ട്. ഞാൻ പൂനെയിൽ പോയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ഏതെങ്കിലും രക്ഷിതാക്കൾ ആൺകുട്ടികളുടെ ബോംബെ, പൂന, ബാംഗ്ലൂർ ഒക്കെ വർക്ക് ചെയ്യുന്ന, സെക്കൻഡ് മാരേജ് നോക്കുന്ന കുട്ടികൾ, ഇപ്പം ഫസ്റ്റ് മാരേജ് ആയാലും വിരോധമൊന്നുമില്ല, അങ്ങനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ സ്യൂട്ടബിൾ ആകുന്ന ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ ഡീറ്റെയിൽ ഞാൻ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ മണിസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക, നല്ല ഒരു ജെന്റിൽമാൻ എന്ന് പറയില്ലേ നമ്മൾ, വളരെ ഡൗൺ ടു എർത്ത് ഒരു മാനേജിംഗ് ഡയറക്ടറാണ് എന്നൊന്നും നമ്മളോട് ഒരിക്കലും കാട്ടാറില്ല. വർത്തമാനത്തിലൊക്കെ വളരെ വളരെ
നല്ല ഒരു തറവാടിത്തരമായിട്ടുള്ള ഒരു ജെന്റിൽമാൻ ടോക്ക് എന്ന് നമ്മൾ പറയുന്ന പോലെ അങ്ങനെയാണ് അച്ഛനും അമ്മയും എന്നോട് പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല അത് നിങ്ങൾക്ക് ഇപ്പോൾ ആരൊക്കെങ്കിലും നിങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അദ്ദേഹം നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന എന്നുള്ളത്. അതായത് ഫാമിലിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. എക്സലന്റ് ഫാമിലി, തറവാടികൾ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഫാമിലി. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. വീട്ടിൽ വിവാഹപ്രായമെത്തിയ കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർ പൊതുവെ കുറച്ച് ടെൻഷനാണ്. കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടാവില്ല, പക്ഷെ അച്ഛനമ്മമാർക്ക് നല്ല ടെൻഷനാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ആകെ ഒരു വല്ലാത്ത ഒരു ടെൻഷനാണ്. എങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഇതൊന്ന് ശരിയായി കിട്ടുന്നവർക്ക്. അപ്പോൾ ഈ ടെൻഷനുകളൊക്കെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു 2-3 പോയിന്റ് ഞാൻ പറയാം. അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുമായിട്ട് വിവാഹപ്രായം എത്തിയ കുട്ടിയുമായി രക്ഷിതാക്കൾ നന്നായിട്ടൊന്ന് സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ പറയും, ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബാംഗ്ലൂരിനെ വേണം, ലൊക്കേഷൻ ബാംഗ്ലൂർ വേണം, എഡ്യൂക്കേഷൻ ബിടെക് ആണെങ്കിൽ ചിലപ്പോൾ ബിടെക് തന്നെ വേണം, അങ്ങനെയൊക്കെ പറയും. പല അഭിപ്രായങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ട് 100% നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അച്ഛനമ്മമാർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഈ കാര്യങ്ങൾ. അതിനുശേഷം നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, അതായത് വെളുത്തൻകാവ് എന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ ഒറ്റപ്പാലത്ത്, വെളുത്തൻകാവ് അല്ലെങ്കിൽ നാഗങ്ങൾ, ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇവരൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതും, അനാവശ്യമായിട്ട് കുറേ എഴുതി പിടിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ മകൻ ഇന്നതാണ്, എൻ്റെ മകൾ ഇന്നതാണ്, സരസ്വതി ദേവിയെ പോലെ ഉണ്ടാവും കാണാൻ, ഇങ്ങനെയൊന്നുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. എക്സാഗ്രേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിക്കോളൂ. അതിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട, ജാതകത്തിനെ കുറിച്ച് കഴിയാവുന്നത്ര കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പലരും എഴുതുന്നത് കാണാം, 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, അരദോഷം, 1 ദോഷം, 2 ദോഷം, 2.5 ദോഷം, 1.5 ദോഷം, ഇങ്ങനെ പല ദോഷങ്ങൾ എഴുതുന്നത് കാണാം. ഇത് ഈ മനസ്സിലാവാത്ത ആളുകൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, ഇത് ഇത്രയും ദോഷമൊക്കെ ഉള്ള സംഭവമാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇത് വെച്ച് മുന്നോട്ട് പോവുക? അപ്പോൾ വായിക്കുന്ന ആളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഫൈൽ എഴുതാതിരിക്കുക, ഒന്ന്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് എഴുതുക. അതായത് SLC എവിടെയായിരുന്നു, 12th ഏതിലായിരുന്നു, ഗ്രാജുവേഷൻ എവിടെയായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തായിരുന്നു സബ്ജക്റ്റ്, ഏത് സ്ഥലത്താണ് പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. കഴിയാവുന്നത്ര എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ആ സ്ഥാപനത്തിനെ പറ്റി പേരെഴുതുക. എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ എന്നുള്ളതും എഴുതുക. എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതുക. സാലറി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കയ്യിൽ കിട്ടുന്ന ശമ്പളമല്ല, ടേക്ക് ഹോം സാലറി അല്ല ഒരിക്കലും നിങ്ങളുടെ സാലറി. കോസ്റ്റ് ടു കമ്പനി, PF, മറ്റുള്ള പല ചെലവുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കുന്നുണ്ടാവും.
അതായത് ഓഫീസിൽ ഒരു ചായ തരുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു പൈസ കമ്പനി ചിലവാക്കുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ സാലറിയുടെ പാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു തുക ആയിരിക്കണം നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ CTC എന്ന് പറയുന്നത്. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിനെ സമീപിക്കുക. എങ്ങനെയാണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 2-3 ആളെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എവിടുന്നെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്, ഒരു അഭിപ്രായം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിക്കുക എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലരും ഇത്ര രൂപ രജിസ്ട്രേഷൻ സമയം, അതിനുശേഷം ഇത്ര പ്രൊഫൈൽ അയച്ചു തരും, അതിനുശേഷം കല്യാണം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്യാണത്തിൻ്റെ അതായത് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഇത്ര രൂപ വേണമെന്നൊക്കെ അവർ പറയും. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഒറ്റപ്പാലത്തൊക്കെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ കേൾക്കുന്നുണ്ട് തലേ ദിവസം പോയിട്ട്, ബഹളവും കാര്യങ്ങളും. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പും മംഗളകർമ്മം ആയിട്ട് മാറണം. അത് മംഗളകരമായിരിക്കണം. ഒരു തരത്തിലുള്ള വഴക്കോ ബഹളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, മാട്രിമോണിയൽ സൈറ്റുകൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, എത്ര രൂപ വരും, കല്യാണം ശരിയായി കഴിഞ്ഞാൽ വല്ല പൈസയും ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതിനുശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. എല്ലാവരും പൊതുവെ നല്ല ആളുകളാണ്, പക്ഷെ അവർക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫൈൽ കിട്ടാതെ വരുമ്പോൾ അവർക്കൊന്നും തരാനുണ്ടാവില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ഒരു ദിക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊഫൈലുകൾ കിട്ടിത്തുടങ്ങും. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫൈലും ഫോട്ടോയും ഹോറോസ്കോപ്പ് വേണമെന്നില്ല, ഫോട്ടോയും മക്കൾക്ക് കാട്ടിക്കൊടുക്കുക. മക്കൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും മക്കളും കൂടെ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് ഓക്കെയാണ്, അത് വെച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്യുക നിർബന്ധമാണെങ്കിൽ. ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും മാച്ചിങ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഇനി അഥവാ ഏതെങ്കിലും ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി അത് മാച്ചിങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫൈലാണെങ്കിൽ തീർച്ചയായിട്ടും 3, 4, 5 ജോത്സ്യന്മാരുടെ അടുത്തെങ്കിലും പോകണം ഇത് നോക്കാനായിട്ട്. ഏതെങ്കിലും ഒരു ജോത്സ്യം നിങ്ങളോട് പറയുകയാണ് ഇത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. അതിൽ റിസർച്ച് നടത്തേണ്ട കാര്യമില്ല. നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബക്ഷേത്രം നന്നായിട്ട് പ്രാർത്ഥിക്കുക, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഭാവത്തിലാണ് പോവുക. അങ്ങനെ ജാതകവും ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വാട്സാപ്പ് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കേണ്ട ഒരു 4-5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആസ് ഓഫ് നൗ അല്ലെങ്കിൽ പ്രസന്റ്ലി വല്ല ലവ് അഫെയറും ഉണ്ടോ? അതുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക, പിന്നെ ഫർദർ ഡിസ്കഷനിലേക്ക് പോകരുത്. അതിനുശേഷം ലവ് അഫെയർ ഒന്നും ഇല്ല, മുന്നോട്ട് പോകാം എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ആവശ്യത്തിൽ കൂടുതലുള്ള ലോണുകൾ വല്ലതുമുണ്ടോ, ബാങ്കിങ് ലോൺസ്, ഇതൊക്കെ ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുട്ടികൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെ ചോദിക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഇതൊക്കെ എങ്ങനെ ചോദിക്കണം എന്നുള്ളത്. വളരെ എളുപ്പമാണ്. അച്ഛനമ്മമാർക്ക് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. അച്ഛനമ്മമാർ കഴിയാവുന്നത്ര ഇത് ചോദിക്കാതിരിക്കലാണ് നല്ലത്. പക്ഷെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കുട്ടികൾ തമ്മിൽ ഇതെല്ലാം സംസാരിക്കണം. ഇതെല്ലാം സംസാരിച്ച് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം കുട്ടികൾ. ഒരു കാരണവശാലും വീട്ടിൽ വെച്ചിട്ടല്ല ആദ്യം കാണേണ്ടത്, പുറത്ത് വെച്ച് കാണാം. അത് എവിടെ ഓരോരുത്തരും സൗകര്യം പോലെ ചെയ്യുക, പുറത്ത് വെച്ച് കണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുക. ഒരു നല്ല കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ട് രണ്ടുപേരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കാണൽ ചടങ്ങിന് പോവുക. അതൊരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. അല്ലാതെ ഇതൊന്നും സംസാരിക്കാതെ ചാടിക്കേറി ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുക, എന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നോ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉത്തമം നേരത്തെ കണ്ട് സംസാരിച്ച് അവരൊരു കംഫർട്ട് സോണിൽ എത്തുന്നില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച, ഇപ്പം എൻ്റെ ഈ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, അച്ഛനമ്മമാർ റിട്ടയർഡ് ലൈഫ് വളരെ സ്വസ്ഥതയോടെ മുന്നോട്ട് പോകുന്ന കാഴ്ച, കുട്ടികളുടെ ദാമ്പത്യ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ടും മംഗളമായിട്ടും നടക്കും. ആവശ്യക്കൂടുതൽ ജാതകത്തിനെ പറ്റി പഠിക്കാതിരിക്കുക, എല്ലാം ജ്യോതിഷനെ കൊണ്ട് നോക്കിപ്പിക്കുക. അപ്പോൾ എല്ലാം ഇതൊക്കെ മനസ്സിലാക്കി വിവാഹം നടക്കണം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.